ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എജുബിറ്റ്. നമുക്ക് ഈ വീഡിയോയിൽ എന്താണ് സ്റ്റേബിൾ അൽഗോരിതം, എന്താണ് ഇൻപ്ലേസ് അൽഗോരിതം, ഏതൊക്കെയാണ് ഇൻപ്ലേസും സ്റ്റേബിൾ അൽഗോരിതംസ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു അറയിൽ രണ്ടോ അതിലധികമോ സെയിം എലമെൻറ്റ് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഈ ഫിഗറിൽ 5 ആണ്. ആഫ്റ്റർ സോർട്ടിങ്ങും ഏതെങ്കിലും ഒരു അൽഗോരിതം യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു അറേനെ സോർട്ട് ചെയ്ത് കഴിയുമ്പോഴും ആ ഒരു ഓർഡറിൽ തന്നെയാണ് ആ 5ൻ്റെ പൊസിഷൻ, ആ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ തന്നെയാണ് വരുന്നതെങ്കിൽ, ആ സെയിം ഓർഡർ അവർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താണ്, ആ ഒരു അൽഗോരിതത്തിനെ സോർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത അൽഗോരിതം സ്റ്റേബിൾ ആണ് എന്ന് പറയാം. അതർവൈസ് അതെന്തായിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് ഇൻപ്ലേസ് അൽഗോരിതം. സോർട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന അൽഗോരിതം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ മെമ്മറി സ്പേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് നമുക്ക് ഇൻപ്ലേസ് അൽഗോരിതം എന്ന് പറയാം. അതർവൈസ് അതെന്തായിരിക്കും, നോൺ ഇൻപ്ലേസ് അൽഗോരിതം ആയിരിക്കും. എക്സ്ട്രാ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നോൺ ഇൻപ്ലേസ് അൽഗോരിതം എന്നും പറയാം. ഇതൊക്കെയാണ് സ്റ്റേബിൾ ആയിട്ടുള്ള സോർട്ടിങ് അൽഗോരിതംസ് എന്ന് നോക്കാം. മെർജ് സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, ബബിൾ സോർട്ട്, കൗണ്ടിങ് സോർട്ട്, ടിം സോർട്ട്, റാഡിക്സ് സോർട്ട്, ബക്കറ്റ് സോർട്ട്, ട്രീ, ക്യൂബ്. ഇതൊക്കെ എന്താണ്, സ്റ്റേബിൾ സോർട്ടിങ് അൽഗോരിതംസ് ആണ്. നെക്സ്റ്റ് നമുക്ക് അൺസ്റ്റേബിൾ സോർട്ടിങ് അൽഗോരിതംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതൊരു കോഡ് വെച്ചിട്ടും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. താല്പര്യമുള്ളവർ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സ്റ്റേബിളിന് കോഡ് പറയുന്നില്ല, കാരണം അതിൽ ഒരുപാട് അൽഗോരിതംസ് വരുന്നുണ്ട്. അപ്പോൾ അൺസ്റ്റേബിൾ പഠിച്ച് നമുക്ക് സ്റ്റേബിളും ഓർത്തിരിക്കാനായിട്ട് സാധിക്കുമല്ലോ. അൺസ്റ്റേബിൾ അൽഗോരിതംസ് ആണ് ഷെല്ല്, സെലക്ഷൻ, ക്യുക്ക് ആൻഡ് ഹീപ്പ് സോർട്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു കോഡ് നോക്കാം അല്ലേ അൺസ്റ്റേബിളിന് വേണ്ടിയിട്ട്. അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഷെല്ല് സെലക്ട് ചെയ്യാനായിട്ട് ക്യുക്കായിട്ട് പോയപ്പോൾ ഹിപ്പ് ഒന്ന് ഇടിച്ച് വീണു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അൺസ്റ്റേബിള്, ക്യുക്കായിട്ട് ക്യുക്ക്, ഷെല്ല്, സെലക്ട്, ഹീപ്പ്. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. നെക്സ്റ്റ് വരുന്നതാണ് ഇൻപ്ലേസ് അൽഗോരിതംസ്. സെലക്ഷൻ, ഷെല്ല്, ബബിള്, ക്യുക്ക്, ഇൻസേർഷൻ, ഹീപ്പ് സോർട്ട്. ഇനി നമുക്ക് ഇൻപ്ലേസിന് പറ്റുന്ന ഒരു ചെറിയ കോഡ് കൂടെ നോക്കാം. അതും നമ്മൾ അൺസ്റ്റേബിളിന് പറഞ്ഞ അതേ ഒരു സ്റ്റോറി പോലത്തെ പറയാം. നമുക്ക് പറ്റുന്നവരൊന്ന് ഓർത്ത് വെക്കാം. ഇതൊരു ഷെല്ലിൻ്റെ കോമ്പറ്റീഷനായിട്ട് കണക്കാക്കാട്ടോ. അപ്പോൾ നമ്മളപ്പോൾ പറയുകയാണ് ഹിപ്പ് ഇടിച്ചിട്ടും ഷെല്ല് സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇൻപ്ലേസിൽ പോയിട്ട് ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ക്യുക്കായിട്ട് ഓടി ചെല്ലുമ്പോഴേക്കും എന്തുണ്ടായി, ആ ഇൻപ്ലേസ് നിറച്ച് ബബിൾസ് വന്ന് നിറഞ്ഞു. ഒന്നുകൂടെ പറയാട്ടോ, ഹിപ്പ് ഇടിച്ചിട്ടും സെലക്ട് ചെയ്ത ഷെല്ല് ഇൻപ്ലേസിൽ ഇൻസേർട്ട് ചെയ്യാൻ ചെന്നപ്പോഴേക്കും, ക്യുക്കായിട്ട് ചെന്നപ്പോഴേക്കും ആ ഇൻപ്ലേസ് നിറയെ ബബിൾസ് വന്ന് നിറഞ്ഞു. നമ്മളെന്തൊക്കെ പഠിച്ചു ഇതിന്ന്, ഹിപ്പ് ഇടിച്ചു. അപ്പോൾ ഹിപ്പ് സെലക്ട് ചെയ്ത ഷെല്ല്, അപ്പോൾ സെലക്ഷൻ, ഷെല്ല് എവിടെയാ, ഇൻപ്ലേസ് ആണ്. ഇത് ഇൻപ്ലേസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വേർഡ് ഇൻപ്ലേസ്, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇൻസേർഷൻ സോർട്ട്, ക്യുക്കായിട്ട് പോയി, അപ്പോൾ ക്യുക്ക് സോർട്ട്, അവിടെ ബബിൾസ് വന്ന് നിറഞ്ഞു, അപ്പോൾ ബബിൾ സോർട്ട്. നോൺ ഇൻപ്ലേസ് അൽഗോരിതംസ് ആണ് മെർജ്, കൗണ്ടിങ്, ടിം, ട്രീ, ബക്കറ്റ്, റാഡിക്സ്, ക്യൂബ്. അപ്പോൾ രണ്ട് കോഡ് നമ്മൾ നോക്കി, അൺസ്റ്റേബിളിൻ്റെ ഇൻപ്ലേസിൻ്റെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കോഡ് വെച്ചിട്ട് സോർട്ടിങ് അൽഗോരിതംസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ബാക്കി നമുക്ക് സ്റ്റേബിളും നോൺ ഇൻപ്ലേസും ഒക്കെ എക്സാമിന് വന്നാലും എഴുതാൻ സാധിക്കും കേട്ടോ.